ഗുഡ് മോർണിംഗ് ഓൾ. സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഈവൻ ദോ, ഓൾ ദോ, ദോ എന്നതിൻ്റെ യൂസേജ് ആണ്. ഇത് മൂന്നിനും ഏകദേശം സിമിലിയർ മീനിങ് ആണ്. നമുക്ക് ഇൻ്റർചേഞ്ചബിൾ ആയിട്ട് ഇത് മൂന്നും ഉപയോഗിക്കാം, ഒന്നിനു പകരം ഒന്ന് ഉപയോഗിക്കാം. ഇനി എന്താണ് ഇതിൻ്റെ മീനിങ് എന്ന് നോക്കാം. എങ്കിലും, എന്നിട്ടും എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണയായിട്ട് ഈവൻ ദോ, ഓൾ ദോ, ദോ ഉപയോഗിക്കാറ്. അതായത് നമ്മളൊരു കാര്യം ചെയ്തു, പക്ഷെ നമുക്ക് ലഭിച്ചത് പ്രതീക്ഷിക്കാത്ത റിസൾട്ട്, അല്ലെങ്കിൽ ഒരു കാര്യത്തിന് വിപരീതമായ അപ്രതീക്ഷിതമായ ഒരു കാര്യം മറ്റേ സാഹചര്യത്തിൽ നടന്നുവെങ്കിൽ അത് രണ്ടും കൂടിയിട്ട് കൂട്ടി യോജിപ്പിച്ച് പറയാനാണ് നമ്മൾ ഇത് ഉപയോഗിക്കുക. ഉദാഹരണത്തിന് ഇവിടെ ഒരു സെൻറ്റൻസ് നോക്കൂ. ഈവൻ ദോ ഷീ ലോസ്റ്റ് ദ ഗെയിം ഷീ സ്മൈൽഡ്. അതിൻ്റെ അർത്ഥം മത്സരം പരാജയപ്പെട്ടിട്ടും അവൾ പുഞ്ചിരിച്ചു. സാധാരണ മത്സരം തോറ്റാൽ ഒരാൾ ചിരിക്കാറില്ല, അപ്പോൾ നമ്മളത് എക്സ്പെക്റ്റ് ചെയ്യില്ല, അത് അൺഎക്സ്പെക്റ്റഡ് ആണ്. അപ്പോൾ മത്സരം പരാജയപ്പെട്ടിട്ടു പോലും അവൾ പുഞ്ചിരിച്ചു എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ തിരിച്ചിട്ടും പറയാം. ഇത് ഷീ സ്മൈൽഡ് ഈവൻ ദോ ഷീ ലോസ്റ്റ് ദ ഗെയിം. പക്ഷേ നോക്കുക, നമ്മൾ ഒന്നാമത്തെ കേസിൽ ഈവൻ ദോ ഷീ ലോസ്റ്റ് ദ ഗെയിം എന്ന് എഴുതിയിട്ടൊരു കൊമ ഇട്ടിട്ടാണ് ഷീ സ്മൈൽഡ് എന്ന് എഴുതിയത്. രണ്ടാമത് ഷീ സ്മൈൽഡ് ഈവൻ ദോ ഷീ ലോസ്റ്റ് ദ ഗെയിം എന്ന് പറയുമ്പോൾ നമ്മൾ കൊമ ഇടില്ല. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? മത്സരം പരാജയപ്പെട്ടിട്ടും അവൾ പുഞ്ചിരിച്ചു. ഇനി ഇതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നോക്കാം. അതായത് നമ്മൾ ഈവൻ ദോ കഴിഞ്ഞ ഉടനെ ഒരു സബ്ജക്റ്റ്, അതിനുശേഷം വേർബാണ് വെക്കുക, അതിനുശേഷം അൺഎക്സ്പെക്റ്റഡ് റിസൾട്ടും. ഉദാഹരണത്തിന് അവൾ തോറ്റിട്ടു പോലും എന്ന് പറയാൻ ഈവൻ ദോ ഷീ ഫെയിൽഡ്. ഈവൻ ദോ എഴുതി, അത് കഴിഞ്ഞിട്ട് ഷീ സബ്ജക്റ്റ് ആണ്, ഫെയിൽഡ് എന്ന് പറയുന്നത് വേർബാണ്. തോറ്റിട്ട് പോലും എങ്ങനെയാ പറയാ? ഈവൻ ദോ ഷീ ഫെയിൽഡ്. ഈവൻ ദോ ഹീ ഈസ് റിച്ച്, പണക്കാരനായിട്ട് പോലും. ഈവൻ ദോ കഴിഞ്ഞു, ഹീ നൗൺ ആണ്, അത് കഴിഞ്ഞിട്ട് ഈസ് എന്ന് പറയുന്നത് ഒരു ഓക്സിലറി വേർബാണ്. അപ്പോൾ ഇത് എഴുതുന്ന സമയത്ത് എപ്പോഴും ഈവൻ ദോ എഴുതിയിട്ട് ഒരു സബ്ജക്റ്റ്, അതിനുശേഷം ഒരു വേർബ് എന്ന ഓർഡറിലായിരിക്കും വരിക. ഇതിൽ നിന്ന് ഡിഫറെൻ്റ് ആണ് ഇൻസ്പൈറ്റ് ഓഫ് ഡിസ്പൈറ്റിൻ്റെ യൂസേജ്. അതുകൊണ്ടാണ് ഞാൻ ഈ സ്ട്രക്ചർ എടുത്തു പറഞ്ഞത്. ഇൻസ്പൈറ്റ് ഓഫ് ഡിസ്പൈറ്റ് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. ഇതിൽ പറഞ്ഞിരിക്കുന്നത്, ഓർമ്മിക്കേണ്ട കാര്യം, ഈവൻ ദോ കഴിഞ്ഞിട്ട് ഉടനെ ഒരു സബ്ജക്റ്റും അതിനെ ഫോളോ ചെയ്തിട്ട് ഒന്നുകിൽ ഓക്സിലറി വെർബ് അല്ലെങ്കിൽ സാധാരണ വെർബാണ് യൂഷ്വലി റെഡ്യൂസ്ഡ് ഫ്രേസസ് അല്ലാത്ത കേസിൽ വരിക. അപ്പോൾ നമുക്ക് ഈ കേസ് നോക്കാം ഒന്നുകൂടി. കോടീശ്വരന്മാരായിരുന്നിട്ട് പോലും അവർ ഒരു ചെറിയ വീട്ടിലാണ് താമസിക്കുന്നത്. എങ്ങനെ പറയും? ഇപ്പോൾ കോടീശ്വരന്മാർ എന്ന് വെച്ചാൽ ദേ വർ മില്യണേഴ്സ് എന്നുള്ള അർത്ഥമാണ്. അതായത് ഈവൻ ദോ ദേ ആർ മില്യണേഴ്സ് ദേ ലിവ് ഇൻ ഓൾഡ് ഹൗസ്. നമുക്ക് എന്താ പറയേണ്ടത്? ദേ ആർ മില്യണേഴ്സ് ദേ ലിവ് ഇൻ ഓൾഡ് ഹൗസ്. അപ്പം എങ്ങനെയത് പറയാം? ഈവൻ ദോ ദേ ആർ മില്യണേഴ്സ് ദേ ലിവ് ഇൻ ഓൾഡ് ഹൗസ്. ഞങ്ങൾ നന്നായി വെള്ളം കുടിച്ചു, പക്ഷേ ഞങ്ങൾക്ക് ഇപ്പോഴും ദാഹിക്കുന്നു. ഇതെങ്ങനെ പറയും? അപ്പോൾ വി ഡ്രാങ്ക് വെരി മച്ച് വാട്ടർ വി ആർ സ്റ്റിൽ വെരി തേഴ്സ്റ്റി. ഈ സെൻറ്റൻസിനെ കമ്പൈൻ ചെയ്ത് എഴുതുമ്പോൾ ഈവൻ ദോ വി ഡ്രാങ്ക് വെരി മച്ച് വാട്ടർ വി ആർ സ്റ്റിൽ വെരി തേഴ്സ്റ്റി. നന്നായിട്ട് വെള്ളം കുടിച്ചിട്ട് പോലും നമുക്ക് ദാഹിക്കുന്നു. രണ്ട് കാര്യത്തിൽ നോക്കൂ. ഈവൻ ദോ കഴിഞ്ഞിട്ട് ഒന്നാമത്തേൽ സബ്ജക്റ്റായ ദേ വന്നു, പിന്നെ ആർ വേർബ് വന്നു, ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞു. രണ്ടാമത്തേതിലും ഈവൻ ദോ വി ഡ്രാങ്ക് സബ്ജക്റ്റ് വേർബാണ് ഫോളോ ചെയ്യുന്നത്. എന്നിട്ട് സെക്കൻഡ് ഭാഗത്ത്, അടുത്ത ഭാഗത്ത് നമ്മൾ പറയുന്നത് കോമ ഇട്ടിട്ട് അതിൻ്റെ അൺഎക്സ്പെക്റ്റഡ് റിസൾട്ടാണ്. കോടീശ്വരന്മാർ ഒരു പഴയ വീട്ടിൽ താമസിക്കുന്നു നമ്മൾ വിചാരിക്കില്ല. അപ്പോൾ അവർ ദേ ലിവ് ഇൻ ഓൾഡ് ഹൗസ്. അതുപോലെ വെള്ളം കുടിച്ചിട്ടും നമ്മൾ അപ്രതീക്ഷിതമായിട്ട് നമുക്ക് ദാഹിക്കുന്നത് കൊണ്ടാണ് വി ആർ സ്റ്റിൽ വെരി തേഴ്സ്റ്റി എന്ന് പറയുന്നത്. ഇനി ഈവൻ ദോ ഐ വാസ് വെരി ലേറ്റ് ദ ടീച്ചർ ഡിഡിൻ സ്കോൾഡ് മീ. ഞാൻ വളരെ ലേറ്റായിട്ട് വന്നിട്ട് പോലും ടീച്ചർ എന്നെ വഴക്ക് പറഞ്ഞില്ല എന്ന് പറയാൻ നമ്മൾ എന്താ പറയുക? നമ്മളെപ്പോഴും ഈവൻ ദോ ഐ വാസ് വെരി ലേറ്റ് ദ ടീച്ചർ ഡിഡിൻ സ്കോൾഡ് മീ. അപ്പം നമ്മൾ ഈവൻ ദോ പറഞ്ഞതിന് ശേഷം ആ സംഭവിച്ച കാര്യം പറഞ്ഞു, പിന്നെ അതിൻ്റെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള റിസൾട്ട് പറയും. പിന്നെ അത് വില കൂടിയതായിരുന്നിട്ട് പോലും ഞങ്ങളത് വാങ്ങി. ഈവൻ ദോ ഇറ്റ് വാസ് റിയലി എക്സ്പെൻസീവ്. അത് വളരെ വില കൂടിയതായിരുന്നു, എന്നിട്ടും വി ബോട്ട് ഇറ്റ്, ഞങ്ങളത് വാങ്ങി. അപ്പോൾ ഓർമ്മിക്കുക, ഈവൻ ദോ അത് വില കൂടിയതായിരുന്നിട്ടെന്ന് പറയുമ്പോൾ ഇറ്റ് വാസ് റിയലി എക്സ്പെൻസീവ് എന്നാണ്. ആ സബ്ജക്റ്റ് വേർബ് ഫോർമാറ്റിൽ തന്നെ എഴുതാം. ഇനി ഇതേ കാര്യം നമുക്ക് തിരിച്ചിട്ട് വേണമെങ്കിലും പറയാം. ഓൾദോ ദേ വർ മില്യണേഴ്സ്, അതായത്
സോറി, ഞാൻ പറയാൻ വന്നത് ഇതാണ്. നമുക്ക് ഈവൻ ദോ ഷീ ലോസ്റ്റ് ദ ഗെയിം ഷീ സ്മൈൽഡ് എന്നതിന് പകരം ഷീ സ്മൈൽഡ് ഈവൻ ദോ ഷീ ലോസ്റ്റ് ദ ഗെയിം എന്നും പറയാം. അതുപോലെ തന്നെ ഇവിടെയാണെങ്കിൽ എങ്ങനെയാണ്, ദേ ലിവ്ഡ് ഇൻ ഓൾഡ് ഹൗസ് ഈവൻ ദോ ദേ വർ മില്യണേഴ്സ് എന്ന് തിരിച്ചിട്ടും പറയാം. വി ആർ സ്റ്റിൽ വെരി തേഴ്സ്റ്റി ഈവൻ ദോ വി ഡ്രാങ്ക് വെരി മച്ച് വാട്ടർ എന്നും പറയാം. പക്ഷെ അങ്ങനെ ഉപയോഗിക്കുന്ന സമയത്ത് എന്തുണ്ടാവില്ല, അവിടെ കോമ ഉണ്ടാവില്ല. അപ്പോൾ സെയിം മീനിങ് ആണ് ഓൾദോനും ഉള്ളത്. ഓൾദോ ദേ വർ മില്യണേഴ്സ് ദേ ലിവ്ഡ് ഇൻ ഓൾഡ് ഹൗസ് എന്ന് പറയാം. ഓൾദോ വി ഡ്രാങ്ക് വെരി മച്ച് വാട്ടർ വി ആർ സ്റ്റിൽ വെരി തേഴ്സ്റ്റി എന്ന് പറയാം. ഓൾദോ ഇറ്റ് വാസ് വെരി ലേറ്റ് ദ ടീച്ചർ ഡിഡിൻ സ്കോൾഡ് മീ എന്ന് പറയാം. അതുപോലെ തന്നെ ഓൾദോ ഷീ ലോസ് ദ ഗെയിം ഷീ സ്മൈൽഡ് എന്ന് പറയാം. ഓൾദോ ഇറ്റ് വാസ് വെരി എക്സ്പെൻസീവ് വി ബോട്ട് ഇറ്റ് എന്നും പറയാം. അപ്പോൾ അവിടെ ഈവൻ തോ ഓൾത്തോ അതിന് തോ ഉപയോഗിച്ചാലും വ്യത്യാസമൊന്നും വരില്ല. നമുക്കിത് ഇൻ്റർചേഞ്ചബിൾ ആയിട്ട് ഉപയോഗിക്കാം. ഇനി നമുക്ക് കുറച്ച് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കാം. കെട്ടിടത്തിന് അപകടം പറ്റിയിട്ടും ബിസിനസ് സാധാരണ പോലെ നടന്നു. അപ്പോൾ അപകടം പറ്റിയിട്ടും എന്ന് പറയുന്നതാണ് ആ കണ്ടീഷൻ. അവിടെയാണ് നമ്മൾ ഈവൻ തോ ഉപയോഗിക്കേണ്ടത്. അവിടെയാണല്ലോ എന്നിട്ടും എന്നുള്ള അർത്ഥത്തിൽ വരുന്നത്. ഈവൻ തോ ദ ബിൽഡിംഗ് വാസ് ഡാമേജ്ഡ്, അപകടം പറ്റുന്നതിൽ ഡാമേജ്ഡ് കോമ ഇട്ടിട്ട് ദ ബിസിനസ് വെന്റ് ഓൺ ആസ് യൂഷ്വൽ എന്ന് പറയും. ബിസിനസ് വെന്റ് ഓൺ ആസ് യൂഷ്വൽ. അപ്പോൾ ഇവിടെ നിങ്ങൾ തിരിച്ചിട്ടും പറയാം കേട്ടോ. ദ ബിസിനസ് വെന്റ് ഓൺ ആസ് യൂഷ്വൽ ഈവൻ ദോ ദ ബിൽഡിംഗ് വാസ് ഡാമേജ്ഡ്. പക്ഷെ അപ്പോൾ കോമ വേണ്ട. 5 മണിക്കൂറോളം ചർച്ച നടത്തിയിട്ടും ഞങ്ങൾക്കൊരു തീരുമാനമെടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ചർച്ച നടത്തിയിട്ടെന്ന് വരുന്നത് ഏതാണ്? 5 മണിക്കൂറോളം ചർച്ച നടത്തിയിട്ടുള്ള ആ സെൻറ്റൻസിലാണ് ഈവൻ തോ വരിക. ഈവൻ തോ വി ഡിസ്കസ് 5 hours we couldn't make a decision. കഴിഞ്ഞു. മറ്റുള്ളവരെക്കാളും മുതിർന്നവളായിട്ടും അവൾ ആ ഗെയിം വിജയിച്ചു. എങ്ങനെ പറയാ? ഈവൻ തോ ഷീസ് ഓൾഡർ ദാൻ അതേഴ്സ് ഷീ വോൺ ദ ഗെയിം. ഇതേ കാര്യം നിങ്ങൾക്ക് ഓൾദോ വെച്ചിട്ടും പറയാം. ഓൾദോ ഷീ ഈസ് ഓൾഡർ ദാൻ അതേഴ്സ് ഷീ വോൺ ദ ഗെയിം എന്ന് പറയാം. തിരിച്ചിട്ട് ഷീ വോൺ ദ ഗെയിം ഓൾദോ ഷീ ഈസ് ഓൾഡർ ദാൻ അതേഴ്സ് എന്ന് പറയാം. അവൻ അവളോട് മോശമായി പെരുമാറുന്നുവെങ്കിലും അവൾ അവനെ സ്നേഹിക്കുന്നു എന്ന് എങ്ങനെ പറയും? ഈവൻ ദോ ഹി ട്രീറ്റ്സ് ഹർ ബാഡ്ലി ഷീ സ്റ്റിൽ ലവ്സ് ഹിം. ഇതേ കാര്യം തന്നെ നിങ്ങൾക്ക് ഓൾദോ വെച്ചിട്ടും പറയാം. നല്ല മഴയായിരുന്നിട്ടും ഞാൻ പുറത്തേക്ക് പോയി. ഈവൻ തോ ഇറ്റ് വാസ് റെയിനിങ് ഐ വെൻറ്റ് ഔട്ട്സൈഡ്. തിരിച്ചിട്ടും പറയാം. ഐ വെൻറ്റ് ഔട്ട്സൈഡ് ഈവൻ തോ ഇറ്റ് വാസ് റെയിനിങ് എന്ന് പറയാം. നന്നായി പഠിച്ചിട്ട് പോലും അവൾക്ക് എക്സാം നന്നായി എഴുതാൻ പറ്റിയില്ല. എങ്ങനെ പറയും? ഈവൻ തോ ഷീ സ്റ്റഡീഡ് ഹാർഡ് ഷീ വാസ് നോട്ട് ഏബിൾ ടു പെർഫോം വെൽ ഇൻ എക്സാം. ആ സെൻസിലുള്ള ഒരു സെൻറ്റൻസ് എഴുതിയതാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. എങ്കിലും എന്നിട്ട് പറയും എന്ന് പറയുന്ന ഭാഗം ഈവൻ തോ വെച്ചിട്ടും അല്ലാത്ത അൺഎക്സ്പെക്റ്റഡ് റിസൾട്ട് സാധാരണ അസേർട്ടീവ് സെൻറ്റൻസുമായിട്ടാണ് പോസിറ്റീവ് സെൻറ്റൻസുമായിട്ടാണ് എഴുതുന്നത്. ഇതാണ് ഈവൻ തോയുടെ യൂസേജ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതേപോലെ തന്നെ അർത്ഥം വരുന്ന ഇൻസ്പൈറ്റ് ഓഫ്, ഡിസ്പൈറ്റ്, നോട്ട് വിത്ത് സ്റ്റാൻഡിങ്, നൺ തലസ്, നവർ തലസ് ഇവയെക്കുറിച്ചിട്ട് പഠിക്കാം. അപ്പോൾ ഇവിടെ നിർത്തുവാണേ. താങ്ക് യു.